ചേലക്കര നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MPയുമായ കെ രാധാകൃഷ്ണനുണ്ട്. LDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. എന്താണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ബേസ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകാൻ കഴിയുന്ന രീതിയിലുള്ള ഭൗതിക അന്തരീക്ഷമാണുള്ളത്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വലിയ മാറ്റമുണ്ടായി എന്ന് എല്ലാവരും നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളെല്ലാം സമ്മതിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട് മൊത്തത്തിൽ പുരോഗതിയിലേക്ക് പോവുകയാണ്, വികസനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വികസനത്തിന് നേട്ടം നല്ലപോലെ കിട്ടിയ ഒരു പ്രദേശമാണ് ചേലക്കര മണ്ഡലം. ഒടുവിൽ UDF മുന്നോട്ട് വെച്ചൊരു ആക്ഷേപമുണ്ട്, സർക്കാരിൽ പട്ടികജാതി പ്രാതിനിധ്യമില്ല മന്ത്രിസഭയിൽ എന്നുള്ളത്. അതിനെ എങ്ങനെയാണ് LDF CPM പ്രതിരോധിക്കുക? വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് പ്രധാനമായിട്ടും. അതായത് വികസന രംഗത്തോ ക്ഷേമ രംഗത്തോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ മറ്റ് മാർഗങ്ങളാരായും ജാതി രാഷ്ട്രീയം പറയും, മതരാഷ്ട്രീയം പറയും, അല്ലെങ്കിൽ സംഘയുദ്ധം പറയും. എല്ലാം പിന്നെ വികസനം ഉണ്ടായാൽ കഴിഞ്ഞാൽ പോലും ഞങ്ങളുടെ ഈ ഇൻഡിവിജ്വലിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇതുവരെ പറയാത്തൊരു കാര്യം ലാസ്റ്റ് എടുത്തിട്ട് അത് തെറ്റിദ്ധാരണ പാവപ്പെട്ടവരുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. ഇവിടെ പിന്നെ ഒരു ഘട്ടത്തിൽ അത് UDFകാർ മറന്നു പോരുത്. UDFൻ്റെ അകത്തുണ്ടായ വലിയ കലഹമാണ് പിന്നെ അന്ന് മുൻ മുഖ്യമന്ത്രി കരുണാകരൻ SC/ST വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കില്ല. ആ സമയത്ത് SC/ST കഴിവുള്ള ആളുകളോട് ഇല്ലാത്തതുകൊണ്ടല്ലോ, കൊടുത്തല്ലോ. അപ്പം അത് പിന്നെ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അന്ന് SC/ST മന്ത്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുഴപ്പമില്ല. ഇപ്പോൾ ഞാനായിരുന്നല്ലോ SC/STയും കൂടി വകുപ്പ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ആർക്കും തർക്കമുണ്ടായില്ല. ഇപ്പോൾ SC വകുപ്പും കൈകാര്യം ചെയ്യുന്നു. അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നല്ല മനുഷ്യരുടെ മനസ്സിൽ സംഘീയത്വം കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെതിരായിക്കൊണ്ടുകൂടി ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ നന്മയൊക്കെ തന്നെ കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് UR പ്രദീപിന് അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. എല്ലാത്തരം സങ്കുചിത രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറം, സങ്കുചിത ജാതി രാഷ്ട്രീയത്തിനും അപ്പുറം ചേലക്കരക്കാർ ഒരുമിച്ച് നിൽക്കുമെന്നും ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പാണെന്നും LDF വിശ്വസിക്കുന്നു. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം സാലി മുഹമ്മദ്.